ഏവർക്കും നമസ്കാരം. ഈ മാസം, അതായത് ജൂൺ മാസം 15-ാം തീയതി മിഥുനമാസം തുടങ്ങുന്നു. തുടർന്ന് ജൂലൈ 16-ാം തീയതി വരെയും മിഥുനമാസം നീണ്ടു നിൽക്കുന്നു. ഈ ഒരു കാലയളവിൽ നടക്കുന്ന നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഓരോ രാശിക്കാർക്കും നൽകുന്ന ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. അതിന് മുന്നോടിയായി നമുക്ക് മിഥുനമാസത്തെ ഗ്രഹസഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം. സൂര്യൻ ഈ മാസം മുഴുവനായും മിഥുന രാശിയിൽ സഞ്ചരിക്കുന്നു. സൂര്യന്റെ സമനായ അഥവാ തുല്യനായ ബുധന്റെ ക്ഷേത്രമാണ് മിഥുനം എന്നതിനാൽ സൂര്യൻ ഈ മിഥുന രാശിയിൽ ബലവാൻ ആകുന്നു. ചൊവ്വ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു. ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ആദ്യ വാരം കഴിഞ്ഞ്, അതായത് 22-ാം തീയതി മുതൽ ബുധൻ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും. വ്യാഴം മിഥുനരാശിയിൽ തന്റെ സഞ്ചാരം തുടരുന്നു. ശുക്രൻ ജൂൺ 28 വരെയും മേടരാശിയിലും തുടർന്ന് സ്വക്ഷേത്രമായ ഇടവത്തിലും സഞ്ചരിക്കുന്നു. ശനി മീനരാശിയിൽ സഞ്ചരിക്കുന്നു. രാഹു കുംഭരാശിയിലും കേതു ചിങ്ങരാശിയിലും തങ്ങളുടെ സഞ്ചാരം തുടരുന്നു. അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആധാരമാക്കി മിഥുന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വൃശ്ചികക്കൂർ, വിശാഖം, കാൽ, അനീഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. സൂര്യൻ ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ആയുർഭാവം എന്ന് അറിയപ്പെടുന്ന 8-ാം ഭാവം ആരോഗ്യം, ശരീരസുഖം എന്നിവയെ കുറിക്കുന്ന ഭാവമാകുന്നു. എന്നാൽ സൂര്യൻ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും അനാരോഗ്യം, ശാരീരികമായ ക്ലേശങ്ങൾ, രോഗം, ചെലവുകൾ, ദുരിതം, അലച്ചിൽ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം. കൂടാതെ സൂര്യൻ എന്നത് ഈ കൂറുകാരുടെ കർമാധിപൻ കൂടിയാകയാൽ സൂര്യൻ്റെ അനിഷ്ട സഞ്ചാരം കർമ്മരംഗത്തും ചില പ്രതിസന്ധികൾ, ശത്രുശല്യം, വിരോധം, മേലധികാരികളുടെ അപ്രീതി, അധിക ജോലിഭാരം എന്നിവയെ സൃഷ്ടിക്കാം. വൃശ്ചിക കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ കൂറുകാരുടെ 10-ാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 10-ൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെ നൽകാം. കർമ്മഭാവം എന്ന് അറിയപ്പെടുന്ന 10-ൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മപുഷ്ടി, കർമ്മരംഗത്ത് അംഗീകാരം, സഹപ്രവർത്തകരുടെ സഹകരണം, മേലധികാരികളുടെ പ്രീതി, ഉദ്യോഗാർത്ഥികൾക്ക് നല്ല തൊഴിലവസരങ്ങൾ എന്നിവയെ നൽകും. എന്നാൽ അമിതമായ അധ്വാനം മൂലം ചിലപ്പോൾ ശാരീരികമായ ചില അസ്വസ്ഥതകളും ഈ സമയത്ത് ഉണ്ടാകാമെന്നതിനാൽ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ബുധൻ ഈ കൂറുകാരുടെ 8, 9 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. 8-ലൂടെ സഞ്ചരിക്കുന്ന ബുധൻ ഇഷ്ടഫലങ്ങളെയും 9-ൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ അനിഷ്ടമായ ഫലങ്ങളെയുമാണ് നൽകുക. ഈ കൂറുകാരുടെ 8-ൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ രോഗാരിഷ്ടതകളെ നീക്കി ആരോഗ്യം, ശരീരപുഷ്ടി എന്നിവയെ നൽകും. കൂടാതെ മാനസിക സംഘർഷങ്ങളെ അകറ്റി മനസ്സുഖത്തെ പ്രദാനം ചെയ്യും. എന്നാൽ തുടർന്ന് ഈ കൂറുകാരുടെ 9-ാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ അത് ഇവർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളെ നൽകാം. കാരണം 9-ാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത്. ഈശ്വരകടാക്ഷവും ഈ ഭാവത്തെ കൊണ്ടാണ് നിർണ്ണയിക്കുന്നത്. ബുധൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് ഒരു മറവ് നൽകും. അതേ തുടർന്ന് കാര്യങ്ങൾ നടന്നു കിട്ടുവാനെല്ലാം ഒരു താമസം, കർമ്മവിഘ്നം, അലച്ചിൽ, കാര്യങ്ങൾ ഇടയ്ക്ക് വച്ച് പരാജയപ്പെടുക എന്നിവയെല്ലാം സംഭവിക്കാം. കൂടാതെ ഈശ്വരകടാക്ഷവും ഈ സമയത്ത് കുറയാമെന്നതിനാൽ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തുചാടി എടുക്കാതെ ഇരിക്കുക. വ്യാഴം ഈ കൂറുകാരുടെ 8-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 8-ാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അഷ്ടമത്തിലൂടെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് പ്രധാനമായും പ്രതികൂലമായി ബാധിക്കുക ശരീരത്തെയാണ്. അതായത് ശാരീരികമായ വൈഷമ്യങ്ങൾ, ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി കുറയുക, തൽബലമായി രോഗദുരിതങ്ങൾ വന്നുകൂടുക, അത് സൃഷ്ടിക്കുന്ന ആശുപത്രിവാസം, ചെലവുകൾ എന്നിവയെല്ലാം വ്യാഴം ഒരു വ്യക്തിയുടെ 8-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകാം. പൊതുവെ ഈ കാലഘട്ടത്ത് ഈശ്വരകടാക്ഷങ്ങൾ ഉണ്ടാകില്ല എന്നതിനാൽ ഏത് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ഈ സമയം നല്ലവണ്ണം ചിന്തിക്കേണ്ടതുണ്ട്. ശുക്രൻ ഈ കൂറുകാരുടെ 6, 7 എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക. ഈ 2 ഭാവങ്ങളും ശുക്രൻ്റെ അനിഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രനും ഈ കൂറുകാർക്ക് പൊതുവെ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. 6-ാം ഭാവം എന്നത് രോഗം, ശത്രുക്കൾ, കടങ്ങൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു. 6-ൽ സഞ്ചരിക്കുന്ന ശുക്രൻ ശത്രുദോഷം, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനാശം, ശാരീരികമായ ക്ലേശങ്ങൾ എന്നിവയെ ഉണ്ടാക്കാം. ശുക്രൻ 6-ൽ കൂടി സഞ്ചരിക്കുന്ന സമയത്ത് ധനം കടം എടുക്കുന്നതും കടം കൊടുക്കുന്നതും ഒരുപോലെ ശ്രദ്ധ വേണം. തുടർന്ന് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന 7-ാം ഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അതും അനുകൂലമായ ഫലങ്ങളെ ഇവർക്ക് നൽകില്ല. കാരണം 7-ാം ഭാവം കളത്രഭാവം എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ പല കാരണങ്ങളാലും ചില പിണക്കങ്ങൾ, അസ്വാരസ്യങ്ങൾ എന്നിവയെ ഇത് സൃഷ്ടിക്കാം. അത് മാനസികമായ സംഘർഷങ്ങൾ, മനസ്സമാധാനക്കുറവ് എന്നിവയിലേക്കും നയിക്കാം.
ജീവിത പങ്കാളിക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ, രോഗം എന്നിവയും ശുക്രൻ അനിഷ്ടഭാവമായ 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഉടലെടുക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെയും 7-ാം ഭാവം കുറിക്കുന്നു എന്നതിനാൽ കൂട്ടു ബിസിനസ്സുകൾ, സംരംഭങ്ങൾ എന്നിവയിൽ ചില അഭിപ്രായ ഭിന്നതകൾ, അതേ തുടർന്നുള്ള അകൽച്ച, അസ്വാരസ്യങ്ങൾ എന്നിവ ആ ബിസിനസ് സംരംഭങ്ങളെ പ്രതികൂലമായി ബാധിക്കാം. ശനി ഈ കൂറുകാരുടെ 5-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. 5-ാം ഭാവം ഉപാസനാമൂർത്തിയുടെയും ആത്മീയ ചിന്തകളുടെയും ഭാവം ആകുന്നു. അതുകൊണ്ട് തന്നെ ശനി 5-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ കുടുംബദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയുടെ ചൈതന്യം ഉണരും. അതിനാൽ ഈ കൂറുകാർ തങ്ങളുടെ പരദേവത, കുടുംബദേവത, പിതൃക്കൾ എന്നിവർക്കായി വഴിപാടുകൾ കഴിക്കുക. കുടുംബമായി കുടുംബക്ഷേത്രങ്ങളിലോ തങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുക. തൽഫലമായി കുടുംബത്തിൽ ക്ഷേമം, ഐശ്വര്യം എന്നിവ വർദ്ധിക്കും. സന്താനങ്ങൾക്കും അഭിവൃദ്ധി, വിദ്യാപുരോഗതി എന്നിവയെ ശനി നൽകും. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലും 10-ാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു. 4-ാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല. 4-ാം ഭാവം അറിയപ്പെടുന്നത് മാതൃഭാവം എന്നാണ്. കൂടാതെ കുടുംബം, കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം, വീട്, വാഹനം എന്നിവയെ എല്ലാം ചിന്തിക്കുന്നതും ഇതേ 4-ാം ഭാവം കൊണ്ട് തന്നെ. രാഹു 4-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാതൃക്ലേശത്തെ വരുത്താം. കൂടാതെ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ എന്നിവയെയും ഉണ്ടാക്കാം. മാതാവുമായും ബന്ധുക്കളുമായും ഈ സമയം വാക്തർക്കം, മാനസികമായി ചില അകൽച്ച എന്നിവയെ സൃഷ്ടിക്കാം. ഇനി കേതുവിൻ്റെ നില നമുക്ക് പരിശോധിക്കാം. കേതു ഈ കൂറുകാരുടെ കർമ്മഭാവമായ 10-ലാണ് സഞ്ചരിക്കുന്നത്. 10-ാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമല്ല. തൽഫലമായി തൊഴിൽ രംഗത്ത് ഒരു അസംതൃപ്തി, മനസ്സുഖം ഇല്ലായ്മ എന്നിവയെല്ലാം ഉണ്ടാകാം. മേലധികാരികളുടെ അപ്രീതി, സഹപ്രവർത്തകരുടെ നിസ്സഹകരണം, ശത്രുശല്യം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകാം. 10-ലെ കേതു ബിസിനസ്സിനെയും പ്രതികൂലമായി ബാധിക്കാം. എന്നാൽ അതേസമയം തന്നെ 10-ലെ കേതു ആത്മീയമായ ഉണർവ്, തീർത്ഥാടനം, ദൂരദേശഗമനം എന്നിവയെ എല്ലാം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് ഈ മാസം രാശ്യാധിപനായ ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങൾ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു. ബുധൻ സമ്മിശ്രമായ ഫലങ്ങളെ നൽകുമ്പോൾ സൂര്യൻ, വ്യാഴം, ശുക്രൻ, രാഹുകേതുക്കൾ എന്നിവർ പ്രതികൂലമായ ഫലങ്ങളെയാണ് നൽകുക. അധികം ഗ്രഹങ്ങളും ഈ മാസം അനിഷ്ടസ്ഥിതി പ്രാപിച്ചിരിക്കുന്നു. അതിൽ തന്നെ 8-ാം ഭാവത്തിൽ അനിഷ്ടരായി സൂര്യൻ, വ്യാഴം എന്നിവർ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ പ്രധാനമായും ശാരീരികമായ ആരോഗ്യ പരിപാലനത്തിൽ വിട്ടുവീഴ്ച, ശ്രദ്ധക്കുറവ് എന്നിവയൊന്നും വരുത്തരുത്. പൊതുവെ മനസ്സിനും ഒരു സമ്മർദ്ദം ഈ മാസം കൂടാമെന്നതിനാൽ മനസ്സ്, ഭക്തി, ധ്യാനം എന്നിവയിലേക്ക് തിരിച്ചുവിടുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.